വൈഭവിന്റെ കനത്ത മുഖവും അവന്റെ കയ്യിലിരിക്കുന്ന ഒരു ഗ്ലാസ് പാലും കണ്ട് ശിവ ഒന്ന് ഉമിനീരിറക്കി. പെണ്ണിന്റെ മുഖത്ത് കള്ളത്തരം നിറഞ്ഞു. ശിവ വേഗം വൈഭവിൽ നിന്ന് നോട്ടം മാറ്റി നിന്നു. അവന്റെ പൂച്ച കണ്ണുകൾ ഒന്ന് കുറുകി. ദാ ഇത് കുടിക്ക്, കടുപ്പമേറിയ അവന്റെ സ്വരത്തിൽ പറയുന്നതിനോടൊപ്പം കയ്യിലെ പാൽ ഗ്ലാസ് ശിവയ്ക്ക് നേരെ നീട്ടി. എനിക്ക് വേണ്ട, ഞാൻ നേരത്തെ ഒരു ഗ്ലാസ് കുടിച്ചതാ. വൈഭവിന്റെ മുഖത്തേക്ക് നോക്കാതെ വിക്കിക്കൊണ്ട് ശിവ പറഞ്ഞൊപ്പിച്ചു. അത് കേട്ടതും വൈഭവിന്റെ നെറ്റി കോർത്തു. നീ നേരത്തെ പാൽ കുടിച്ചെന്നോ? അതോ കളഞ്ഞോ? ഏതാ ശരി? ഒറ്റ പിരികം ഒന്നു പൊക്കി വൈഭവ് ചോദിച്ചതും ശിവ മുഖം താഴ്ത്തി കള്ളനോട്ടം നോക്കി അവനെ. അത്താഴം കഴിഞ്ഞപ്പോൾ പാൽ കൂടി കുടിക്കാനുള്ള ഇട വയറ്റിലില്ലായിരുന്നു. പക്ഷേ അമ്മ നിർബന്ധിച്ചു കയ്യിൽ കൊണ്ട് തന്നപ്പോൾ ഗ്ലാസ് ചുണ്ടോണ്ട് അടുപ്പിച്ചിരുന്നു. എന്നിട്ട് അമ്മയുടെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ നേരെ അടുക്കളയിലേക്ക് ഓടി അത് വാഷ് ബേസിനിൽ കമഴ്ത്തി കളഞ്ഞിട്ട് ഗ്ലാസ് കഴുകി വെച്ച് നല്ല കുട്ടിയായതാണ്. വൈഭവ് പാൽ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചിട്ട് കസേര വലിച്ച് അവിടെ ഇരുന്നു. 30 സെക്കൻഡ് തരും, അതിനുള്ളിൽ ഈ പാൽ കുടിക്കണം. കാലിന്മേൽ കാല് കയറ്റി വെച്ചിരിക്കുന്നവൻ പറഞ്ഞത് കേട്ട് ശിവ ഒന്ന് പതറി. കടുവ പേടിപ്പിച്ചു ഭാര്യയെ പാൽ കുടിപ്പിക്കാൻ ഇങ്ങേരെ കഴിഞ്ഞ ആളുള്ളൂ. ദുഷ്ടൻ. വൈഭവിന്റെ സ്വഭാവം നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ വെറുതെ ചെക്കനെ പിണക്കണ്ടെന്ന് കരുതി മനസ്സിൽ നല്ലതുപോലെ അവനെ സ്മരിച്ചുകൊണ്ട് ശിവ ചെന്ന് പാലെടുത്ത് കുടിച്ചു. അത് കണ്ടതും വൈഭവിന്റെ ചുണ്ടൊന്ന് വിടർന്നു. പെണ്ണ് ആരും കാണാതെ പാൽ കൊണ്ട് കളയുന്നത് അവന്റെ പൂച്ച കണ്ണിൽ പെട്ടിരുന്നു. വൈഭവനോടുള്ള ദേഷ്യത്തിൽ ഒറ്റ ശ്വാസത്തിൽ പാൽ മുഴുവൻ കുടിച്ചതും പെട്ടെന്ന് ശിവയ്ക്ക് എന്തോ അസ്വസ്ഥത തോന്നി. ഉഷ്ണം പോലെ വല്ലാതെ വിയർക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ റൂമിലെ ഫാൻ സ്പീഡിലിട്ട് അതിന്റെ ചോട്ടിൽ വന്നു നിന്നു. കണ്ണടച്ചു നിന്ന് കാറ്റുകൊണ്ട് നിന്നതും അരികിലായി പ്രിയപ്പെട്ടവന്റെ സാന്നിധ്യം അറിഞ്ഞു. 1000 നിശ്വാസങ്ങൾക്കിടയിൽ മറ്റൊരു ചുടുശ്വാസത്തിന്റെ ചൂട് പുറമേനിൽ പതിഞ്ഞതും ശിവ പെടുന്നനെ ഞെട്ടി. അവൾ പിന്നിലേക്ക് നോക്കാൻ തിരിയും മുന്നേ വൈഭവ് അവളെ അരയിൽ കൂടി കൈചേർത്ത് വലിച്ചു തന്റെ നെഞ്ചിലേക്ക് ഇട്ടിരുന്നു. അവളുടെ ഉണ്ട കണ്ണുകൾ മിഴിച്ച് അവനെ നോക്കി. അതേസമയം തന്നെ പെണ്ണിട്ടിരുന്ന ടോപ്പിന്റെ സിബ് വലിച്ചൂരി വൈഭവ്. ആ ഡോക്ടറെ. വിറച്ചുപോയ അവളുടെ ചുണ്ടുകളിൽ നിന്നൊരു വിളി. റിലാക്സ് ആമി. തീരെ പതിഞ്ഞ അവന്റെ ഹസ്കി ശബ്ദത്തിൽ ശിവയുടെ കാതോരം വൈഭവ് പറഞ്ഞതും കുളിര് കോലും പോലെ പെണ്ണിന്റെ ശരീരം തണുത്തുപോയി. അടുത്ത നിമിഷം അവളുമായി ഒന്ന് ചലിച്ചു വൈഭവ്. പെണ്ണിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജനലോരം ചെന്ന് നിന്നു. ഒരു കൈ കൊണ്ട് അവളെ പിടിച്ചു മറു കൈയാൽ ജനൽപ്പാളി തള്ളി തുറന്നതും നല്ല തണുത്ത കടൽക്കാറ്റ് ആ മുറി ഒന്നാകെ ഇരച്ചു. ശിവയുടെ ദേഹത്തെ തണുപ്പിന്മേൽ കുളിര് ആഞ്ഞുകയറി. ചുണ്ടിൽ വിരിഞ്ഞ മന്ദഹാസത്തോടെ അവൾ അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. യു ഫീൽ ബെറ്റർ നൗ? പയ്യെ അവൻ ചോദിച്ചതിന് കണ്ണുകൾ അടച്ച് ആ കിടപ്പിൽ തന്നെ മൂളി പെണ്ണ്. വൈഭവ് ചിരിച്ചു. അവളെ നെഞ്ചിലേക്ക് കൂടുതൽ അടക്കി പിടിച്ചുകൊണ്ട് ചെവിയിൽ പതിയെ പറഞ്ഞു. പ്രഗ്നൻസി സമയത്ത് ഇത്തിരി ചൂടൊക്കെ തോന്നും, പെട്ടെന്ന് വിയർക്കും. ബോഡി ടെമ്പറേച്ചർ കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതാ. അതൊക്കെ നോർമലാണ് ആമി. പക്ഷേ അവൻ അവളുടെ മുഖം കൈകൊണ്ട് ഉയർത്തി നേരെ കണ്ണിൽ നോക്കി. എന്റെ പെണ്ണിന് ഈ ചൂടൊക്കെ ആദ്യമേ ഇത്തിരി കൂടുതലാണല്ലോ, അതാ ഇങ്ങനെ. ആൻഡ് ഞാൻ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നതിന്റെ വെപ്രാളവും നിനക്കില്ലേ? കുറുമ്പ് നിറഞ്ഞ അവന്റെ വാക്കുകൾ കേട്ട നിമിഷം അവളുടെ കണ്ണുകൾ വലുതായി ചെഞ്ചുണ്ട് ഒന്ന് വിറച്ചു. അങ്ങനെ ഒന്നുമില്ല, ഉണ്ണിയേട്ടന് വെറുതെ തോന്നുന്നതാ. വിറച്ച് ചുണ്ടിൽ ചെറിയൊരു വിരലടി പോലെ പതറുന്ന മിഴികൾ അവനെ കാണിക്കാതെ പറഞ്ഞു നോക്കി പെണ്ണ്. പ്രണയത്തിനുമൊപ്പം നാണവും നിറഞ്ഞ നിമിഷം. ഡോൺ ലൈ ആമി. നിന്റെ കണ്ണുകൾ നീ കള്ളം പറയുന്നതിന് ചതിക്കും. എസ്പെഷ്യലി വിത്ത് മീ. എനിക്കറിയാം നീ ദേഷ്യപ്പെടുമ്പോഴാണ് എന്റെ ആമി എല്ലാം വിട്ട് സത്യമായി ക്യൂട്ടാകുന്നത്. മുഖത്ത് വീണുകിടക്കുന്ന ശിവയുടെ മുടിയിഴകൾ വിരലുകളായി പയ്യെ മാറ്റി അവളുടെ കവിളിനെ തഴുകി പറഞ്ഞു വൈഭവ്. നെഞ്ചിടിപ്പിന്റെ വേഗത കൂടിക്കൊണ്ട് ശിവ അവന്റെ മേൽ വെച്ച കൈകളുടെ പിടി മുറുക്കി. മാറ്, എനിക്ക് പോണം. തന്നിൽ മാത്രം തങ്ങി നിൽക്കുന്ന അവന്റെ പൂച്ച കണ്ണുകളിലേക്ക് നോക്കാനാവാതെ വിളർച്ചയോടെ പറഞ്ഞു ശിവ. അടുത്ത നിമിഷം വൈഭവ് ഇരു കൈയാലും പെണ്ണിനെ പൊക്കിയെടുത്ത് ബെഡിലേക്ക് നടന്നു. ഉണ്ണിയേട്ടാ, ഇതെന്തായി കാണിക്കുന്നേ? ശിവ പകപ്പോടെ അവനെ വിളിച്ചു. അടങ്ങ് പെണ്ണേ. ഒന്നും ചെയ്യുന്നില്ലടി, ഉറങ്ങാൻ തന്നെയാ. കള്ളച്ചിരിയോടെ പറയുന്നതിനോടൊപ്പം ഇട്ടിരുന്ന ഷർട്ട് ഊരി എറിഞ്ഞ് അവൾക്ക് മീതെ കിടന്നു വൈഭവ്. പേടിയും നാണവും ചേർന്നൊരു നിമിഷം. ശിവ കണ്ണുകൾ മുറുക്കി അടച്ചു. വൈഭവ് ചിരിയോടെ അതൊന്ന് നോക്കി. പിന്നെ പെണ്ണിന്റെ നെറ്റിയിൽ ഒന്ന് മുത്തിവിട്ടു. വിരലുകളാൽ പതുക്കെ മുഖത്തൊന്ന് തഴുകി. പയ്യെ കഴുത്തിലേക്ക്, പിന്നെ വയറ്റിലേക്ക് വഴുതി. അവൾ ഒന്ന് വിറച്ചു. ഉണ്ണിയേട്ടാ. പകുതി ഭയവും പകുതി സ്നേഹവുമുള്ള ഒരു വിളി. വൈഭവ് ഒന്നും പറയാതെ അവളുടെ വയറ്റിൽ മുഖം ചേർത്ത് ഒരു നിമിഷം നിശബ്ദമായി കേട്ടുനിന്നു പോലെ അവിടെ ചെറു ജീവന്റെ സാന്നിധ്യം തേടി. ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു. ഗുഡ് നൈറ്റ് മൈച്ചാ. ചുണ്ട് ചേർത്ത് പറയുന്നതിനോടൊപ്പം മൃദുവായി അവിടെ ചുംബിച്ചു വൈഭവ്. കുഞ്ഞിന് കൊടുക്കുന്ന പോലെ അത്രയും സ്നേഹത്തോടെ. ശിവ ചിരിയോടെ വൈഭവിന്റെ ശിരസിൽ തഴുകി. കണ്ണു നനവോടെ അവന്റെ മുടിയിഴകളിൽ കൂടി വിരലോടിച്ചു. ഒന്നിനോടും ആരോടും സ്നേഹം കാണിക്കാതെ നടന്നിരുന്ന എത്ര പെട്ടെന്നാണ് ഒരച്ഛൻ ആകാൻ തയ്യാറാകുന്നത്?
കുറച്ചു നേരം കൂടെ അങ്ങനെ കിടന്നിട്ട് ഒരിക്കൽ കൂടി തന്റെ ജീവനെ ചുമക്കുന്ന ഉദരത്തിൽ മുത്തിമാറി വൈഭവ്. ശിവയ്ക്ക് അരികിലേക്ക് കിടന്ന് അവളെ എടുത്ത് നെഞ്ചിലേക്കിട്ടു. പെണ്ണ് അനങ്ങിയില്ല. അവൻ അതാണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൾക്ക് ജ്ഞാനമുള്ളതാണല്ലോ. ആമി. നെഞ്ചിൽ കിടക്കുന്ന അവളുടെ മുടിയിൽ തലോടി അവൻ വിളിച്ചതും ശിവ ഒന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിലൊന്ന് തട്ടി. പെട്ടെന്ന് വൈഭവിന്റെ ശബ്ദം മാറി. നരേന്ദ്രൻ മിസ്സിംഗ് ആണ്. അവൻ പറഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി. നീ അന്വേഷിക്കുന്നതും അയാളെയാണെന്ന് എനിക്കറിയാം നടാഷ. അവളാണ് അയാൾക്കൊപ്പം നിന്ന് എനിക്ക് അയാളുടെയും ആനന്ദിന്റെയും എല്ലാ മൂമെന്റ്സും പറഞ്ഞു തന്നിരുന്നത്. നടാഷയോ? അവൾക്കെങ്ങനെ അയാളുമായി? ശിവയിൽ ജിജ്ഞാസ നിറഞ്ഞു. വൈഭവിന്റെ മുഖം കടുപ്പത്തോടെ ഇരുണ്ടു. നടാഷയെ എന്റെ അരികിലേക്ക് ഇറക്കിയത് തന്നെ നരേന്ദ്രൻ. എന്നെ പൂട്ടാൻ നടക്കുന്ന ഒരാളായിട്ട് എനിക്ക് കമ്പനി തരാൻ. അയാളാണ് അവളെ അയച്ചത്. അയാൾ പൈസ കൊടുത്തു വെച്ചേക്കുന്ന ഒരു തേർഡ് റേറ്റ് ചീപ്പ് ട്രിക്ക്, ചീപ്പ് പ്ലേ. അവന്റെ സ്വരം ഉറക്കെ പൊട്ടിത്തെറിച്ചു. ശിവ അമ്പരപ്പോടെ വൈഭവിനെ നോക്കി. എനിക്ക് സുഖം തീർക്കുന്ന പെണ്ണുങ്ങളിൽ ഒരുവൾ തന്നെയായിരുന്നു അവൾ. ഒരിക്കൽ മീരയുമായി ഒന്ന് ക്ലാഷായി നടാഷ. അതിൽ പിന്നെ ഞങ്ങളും തമ്മിലുള്ള സ്പേസ് കുറഞ്ഞു വന്നു. വി ടോക്ക് എ ലോട്ട്. തമ്മിൽ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു. ഒരു സൗഹൃദം. അതോടെ അവൾ തന്ന എനിക്ക് മുന്നിൽ സറണ്ടറായി. എനിക്കവളുടെ സിൻസിയറിറ്റി ഇഷ്ടമായി. പിന്നീട് അങ്ങോട്ട് അവളാണ് നരേന്ദ്രന്റെ കൂടെ നിന്ന് എനിക്കെല്ലാം പറഞ്ഞു തന്നോണ്ടിരുന്നത്. ഈ കാര്യം സിദ്ധുവിന് പോലും അറിയില്ല. വൈഭവ് പറഞ്ഞതും ശിവയുടെ മുഖം ചെറുതായി ഒന്ന് തെളിഞ്ഞു. നടാഷയോടുള്ള ദേഷ്യമൊക്കെ പണ്ടേ പോയതാണ്. പിന്നെ ചെറിയൊരു നീരസം എവിടെയോ ഉണ്ടായിരുന്നു. ഇപ്പോ അതും പോയി. നടാഷ എന്താ പറയുന്നേ? അവളോട് ചോദിച്ചോ? ഒറ്റൊരു നിമിഷത്തെ മൗനങ്ങൾക്കൊടുവിൽ ശിവ തിരക്കി. അവള് പറഞ്ഞു കുമാരേട്ടൻ മരിച്ച ദിവസം അയാളെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയത് ആനന്ദാ. കൊന്നത് നരേന്ദ്രനാണോന്ന് അറിയില്ല. പക്ഷേ മാണിക്യമംഗലത്തുള്ള ഒരാൾക്ക് വേണ്ടിയാ. അതാരാ? ശിവ ഞെട്ടലോടെ വൈഭവിന്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി. അറിയില്ല. പക്ഷെ അത് ആരാളെയും അധിക നാൾ അയാൾ ഇരുട്ടിൽ നിൽക്കില്ല. പറയുമ്പോൾ വൈഭവിന്റെ കണ്ണുകൾ തീ പോലെ കത്തിയിരുന്നു. ഇരയെ ദാഹിച്ച വേട്ടക്കാരനെ പോലെ. അവന്റെ മുഖം വിറച്ചു. ശിവയ്ക്ക് ആ തീ കാണാൻ സാധിക്കുമായിരുന്നു. അവളൊന്ന് പൊങ്ങി അവന്റെ നെഞ്ചിലേക്ക് കൂടുതൽ കയറി കിടന്നു. അവന്റെ മുഖത്തിനു മീതെ ഒന്ന് നീങ്ങിയ ശേഷം അവിടെ തന്റെ ചുണ്ടുകൾ പതിപ്പിച്ചു. നെറ്റിയിൽ അവളുടെ തണുത്ത ചുണ്ടുകൾ പതിഞ്ഞതും അവന്റെ ഉള്ളിലെ തീപ്പൊരി ഒന്നണഞ്ഞു. ശ്വാസം സാധാരണമായി. വൈഭവിന്റെ ഹൃദയത്തിലും മനസ്സിലും തിങ്ങിയ കോപം ഒന്നുപോലെ പൊട്ടിപ്പോയി. തന്റെ പെണ്ണിന്റെ സാന്നിധ്യം, അവളുടെ ചുണ്ടുകളുടെ മൃദുത്വം, ആ കൈകളുടെ തൊടലും, അതിന് തന്റെ ഉള്ളിലെ ശക്തമായ കോപത്തെ തൽക്ഷണത്തിൽ ശാന്തമാക്കാൻ പറ്റുമെന്ന് അവനറിയാം. ഉറങ്ങിക്കോ. വാട്ട് എവർ ഗോയിങ് ടു ഹാപ്പൻ വി വിൽ ഫേസ് ടുഗദർ. ഒന്ന് എനിക്ക് വാക്ക് തന്നാൽ മതി. എന്റെയും ഉണ്ണിയേട്ടന്റെയും ഉള്ളിലെ വേദനയ്ക്കൊക്കെ കാരണക്കാരൻ ആരാണോ അതാരാണേലും അയാളുടെ അവസാനം നമ്മൾ ഒന്നിച്ചു കാണാം. എനിക്ക് മുന്നിൽ കൊണ്ട് തരണം അയാളെ. ആ വാക്കുതാ. ശിവ അത് പറഞ്ഞതും ചുണ്ടുകളിൽ വിരിഞ്ഞ ചിരിയോടെ അവളെ ഇറുക്കെ പുണർന്നു. അവളുടെ നെറ്റിയിൽ മുത്തി വൈഭവ്. അവന്റെ പ്രോമിസ് ആയിരുന്നു അത്. ശിവ ചിരിയോടെ അവനെ തിരികെ ആഞ്ഞു പുൽകി. കണ്ണുകളടച്ച് അവന്റെ നെഞ്ചിൽ ചാഞ്ഞു. ഒരു കൈയിൽ പ്രസാദവും മയർ കൈയിൽ ഉടുത്തിരിക്കുന്ന സെറ്റുമുണ്ടിൽ പിടിച്ച് അമ്പലനട ഇറങ്ങി വരുന്ന ചൈത്രയെ കണ്ണെടുക്കാതെ നോക്കി നിന്നു അനി. തലേ രാത്രി ഒരു ദുസ്വപ്നം കണ്ടൂന്ന് പറഞ്ഞ് രാവിലെ തന്നെ അമ്പലത്തിൽ പോയതാണ് അവൾ. കൂടെ അനിയും ചെന്നു. ചൈത്ര അനിക്ക് അരികെ ചെന്ന് കയ്യിലെ പ്രസാദം നീട്ടി. അവൾ അതെടുക്കാതെ പെണ്ണിനു മുന്നിലേക്ക് ഒന്ന് കുനിഞ്ഞു. പെട്ടെന്ന് ചിത്തുവിൽ ഒരു വെപ്രാളമായി. പൊക്കം കുറച്ച് കൂടുതലാ പെണ്ണെ. ഒത്തിരി നേരം ഇങ്ങനെ കുനിയാൻ വയ്യ. കുനിഞ്ഞു തന്നെ നിന്നുകൊണ്ട് ചിരിയോടെ അവൻ പറഞ്ഞതും ഒന്ന് അപ്പുറവും ഇപ്പുറവും നോക്കിയിട്ട് ചിത്തു അവന്റെ നെറ്റിയിൽ വേഗം ചന്ദനം തൊട്ടുവിട്ടു. പെട്ടെന്ന് പോകാം, ഒത്തിരി നേരമായി. വെപ്രാളപ്പെട്ട് പറഞ്ഞുകൊണ്ട് ചിത്തു മുന്നോട്ട് നടന്നു. പെണ്ണിന്റെ ഓട്ടം നോക്കി ഒരു ചിരിയോടെ അനിയും പിറകെ പോയി. നമസിൽ വന്ന പിന്നെ ഇങ്ങനെയൊക്കെയാണ്. ഒരു മുറിയിൽ ഇരു ധ്രുവങ്ങളായാണ് കിടക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഓരോന്ന് കണ്ടറിഞ്ഞ് ചെയ്തു തരുന്നതിനൊക്കെ ഉണ്ട്. പക്ഷേ നേരെ ഒന്ന് ശരിക്കും നോക്കില്ല പെണ്ണ്. എന്തേലും ചോദിച്ചു തുടങ്ങിയാൽ മറുപടി എനിക്ക് ഇങ്ങനത്തെ വിക്കാ. നവസിനടുത്തുള്ള അമ്പലമായതിനാൽ നടന്നാണ് ഇരുവരും പോയത്. എന്താ ചിത്തു പെട്ടെന്ന് അമ്പലത്തിൽ പോണോന്ന് പറഞ്ഞ് രാത്രി ഞെട്ടി ഉണർന്നത്? അങ്ങനെ എന്ത് സ്വപ്നാ കണ്ടേ നീ? നടത്തത്തിനിടെ അനി ചോദിച്ചതും ചിത്തു അവനെ നോക്കി. ഞാനൊരു ചീത്ത സ്വപ്നം കണ്ടു അനിയേട്ടാ. ശിവയുടെ നേരെ ആരോ വലിയ വടിയെടുത്ത് അടിക്കുന്നത് പോലെ. ആ അടി അവളുടെ വയറിനു മേലെയാ കൊള്ളുന്നേ. അത്രേ കണ്ടുള്ളൂ. പേടിച്ചുപോയി ഞാൻ. അനിയോട് പറയുമ്പോൾ കണ്ട സ്വപ്നത്തിന്റെ ഭീകരത അവളുടെ മുഖത്ത് തെളിഞ്ഞിരുന്നു. പെണ്ണിന്റെ ശരീരം വരെ വിറച്ചു. മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ടതും അനി പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ചു. ഏയ്, ഇങ്ങനെ പേടിക്കാതെടോ. അതൊരു സ്വപ്നമല്ലേ. അതൊന്നും സത്യമാകാൻ പോകുന്നില്ല. അല്ലേലും തനിക്ക് തോന്നുന്നുണ്ടോ ശിവയ്ക്ക് മേലെ ഒരു പോറൽ വീഴാൻ വിച്ചു സമ്മതിക്കുമെന്ന്? അതില്ല. എന്നാലും ഒരു പേടി. ഇപ്പോൾ ശത്രുക്കൾ ഒരുപാടാ. ഉള്ളിലെ ജീവന്റെ തുടിപ്പ് നഷ്ടമാവുമെന്ന് വെച്ചാ മരണത്തിന് തുല്യ ഒരു പെണ്ണിന്. കണ്ണുകൾ നിറച്ച് ചിത്തു അത് പറഞ്ഞതും അനിയുടെ ഉള്ളം ഒന്ന് ആന്തി.
ഒരിക്കൽ അവർക്ക് നഷ്ടപ്പെട്ട കുഞ്ഞു ജീവന്റെ ഓർമ്മ. ഇരുവരിലും പൊങ്ങി. ചിത്തു, പെണ്ണെ, നമ്മുടെ കുഞ്ഞ്. അനി അവളോട് സംസാരിച്ചു തുടങ്ങവേ. വേണ്ട, അത് സംസാരിക്കേണ്ട അനിയേട്ടാ. മറക്കാൻ ശ്രമിക്കുവാ ഞാൻ. ഓർമ്മിക്കാൻ താല്പര്യമില്ല. ആ നിனைവ് തരുന്ന വേദന ചെറുതല്ല ഏട്ടാ. അവളുടെ ശബ്ദത്തിൽ ഒരു ദയയും വിഷാദവും ചേരുന്നു. അനി അവളെ ചേർത്തു പിടിച്ചു ഹൃദയത്തിൽ നിന്നും ഒരു ശാന്തിയും കരുതലും നൽകാൻ ശ്രമിച്ചു. നീ ഒരു നല്ല അമ്മയാ ചിത്തു. അതല്ലേ ഈ ഭൂമിയിൽ വരും മുന്നേ നമ്മുടെ കുഞ്ഞിനെ ഇത്രയ്ക്ക് നീ സ്നേഹിച്ചത്. നമ്മുടെ കുഞ്ഞ് ഭാഗ്യം ചെയ്തതാ. ഇനിയും ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിക്കും. നീ നോക്കിക്കോ. പുഞ്ചിരിയോടെ അനി അവളോടായി പറഞ്ഞതും ചിത്തുവിന്റെ മുഖം വിടർന്നു. എല്ലാ അമ്മമാർക്കും തന്റെ മക്കൾ പ്രാണനായേട്ടാ. അല്ല ചിത്തു, എല്ലാ അമ്മമാരും ഒരുപോലല്ല. ചോരമണം മാറാത്ത കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന സ്ത്രീകളുണ്ട് എൻ്റെ അമ്മയെപ്പോലെ. അനി അത് പറഞ്ഞതും ചിത്തു വിഴിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. ഞൊടി നേരം കൊണ്ട് ശക്തമായ മുഖം മാറി അവിടെ കോപം നിറഞ്ഞിരുന്നു. അനിയേട്ടാ, ഞാൻ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ശരിക്കും എന്താ അനിയേട്ടൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇടയിൽ നടന്നത്? അവളുടെ കണ്ണുകളിൽ വലിയൊരു ആകാംക്ഷയും അറിയാനുള്ള ആവേശവും തെളിഞ്ഞു. നീ അറിയാതിരിക്കാനും മാത്രം ഒന്നുമില്ല പെണ്ണെ. ആ സ്ത്രീക്ക് ആദ്യം മുതലേ അച്ഛനെ ഇഷ്ടമല്ലായിരുന്നു. പലപ്പോഴും അവർക്കിടയിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാനും സാക്ഷിയാ. സൗപർണ്യാമ്മ മരിച്ചതിന് 2 ദിവസങ്ങൾക്ക് ശേഷം അവർ മറ്റൊരാളുമായി മാണിക്യമംഗലത്ത് നിന്ന് പോയത്. ഇരുവരെയും മുറിയിൽ നിന്ന് പിടിക്കുകയായിരുന്നു. അതിൽ പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല, അന്വേഷിച്ചിട്ട് പോയിട്ടുമില്ല. അനിയുടെ വാക്കുകൾ കേട്ട് ചിത്തുവിൻ്റെ ഉള്ളിൽ സങ്കീർണമായ സംശയങ്ങൾ തോന്നി. കുടുംബത്ത് അങ്ങനെ ഒരു മരണം നടന്നതിനു പുറമെ ആ വീട്ടിലെ മരുമകൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ? ഇതായിരുന്നോ സത്യം? തുടങ്ങിയ ചോദ്യങ്ങൾ അവളുടെ ഉള്ളിൽ കലങ്ങി മറിഞ്ഞു. എന്തായാലും ശിവയോട് എത്രയും പെട്ടെന്ന് ഇതിനെപ്പറ്റി സംസാരിക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. മരുന്നുകളുടെ ആലസ്യത്തിൽ മയക്കത്തിൽ കിടന്ന ശേഖരവർമ്മയുടെ മുറിയിലേക്ക് പതിയെ ഒരു നിഴലെത്തി. നെഞ്ചിൽ കൈവച്ച് മലർന്നു കിടന്നുറങ്ങുന്ന അയാൾക്കരികെ നടന്ന ആ നിഴൽ ഒരു തലയിണ എടുത്തു ശേഖരന്റെ മുഖത്തിന് നേരെ കൊണ്ടുചെന്നു. അപ്പോഴാണ് സൗദാമിനി മുറിയിലേക്ക് പാഞ്ഞു കയറിയത്. അവളുടെ കണ്ണുകൾ അത്ഭുതത്തോടെ ആ ദൃശ്യം കണ്ടപ്പോൾ ചുണ്ടിൽ നിന്നൊരു നിലവിളി പൊട്ടി. അയ്യോ അച്ഛാ, അയ്യോ, ആരേലും ഓടി വരണേ. സൗദാമിനിയുടെ അലർച്ച കേട്ട് മുഖംമൂടി ധരിച്ചവന്റെ കണ്ണുകൾ അവരിലേക്ക് തിരിഞ്ഞു. സൗദാമിനി മുന്നോട്ടോടി. ആ കൈകൾ പിടിച്ചു തള്ളി. ഊപ്പോടെ അയാൾ പിന്നിലേക്ക് തെറിച്ചു വീണു. അപ്പോൾ അവളുടെ കൈ അവന്റെ തലയിൽ പതിച്ചു. ആ നിമിഷം തലവഴി മൂടിയ ഹൂഡി ഒന്ന് മാറിയതും അവന്റെ പിൻകഴുത്തിലെ ഒരു പഴയ മറുക് അവളുടെ കണ്ണിൽ തെളിഞ്ഞു. അപ്പോഴും അവന്റെ മുഖത്ത് കറുത്ത മൂടുപടമുണ്ടായിരുന്നു. മഹിയേട്ടാ, അപ്പോ ഓടിവായോ. അച്ഛനെ താങ്ങി പിടിച്ച് സൗദാമിനി ഡോറിന്റെ ഭാഗത്തേക്ക് നോക്കി അലറിയതും വന്നവൻ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി. എന്നിട്ട് വാതിൽക്കൽ നോക്കിക്കൂടി. സുധേ, എന്താ എന്താ പറ്റിയേ? മുറിക്കകത്തേക്ക് ചോദിച്ചു കയറി വന്ന മഹി അകത്തുനിന്നും വെളിയിലേക്ക് കടക്കാൻ ശ്രമിച്ച അജ്ഞാതനുമായി കൂട്ടിയിടിച്ചു. മഹിയേട്ടാ, അയാൾ അച്ഛനെ കൊല്ലാൻ നോക്കി. സുധ കൈ ചൂണ്ടി വിളിച്ചു പറഞ്ഞത് കേട്ട് ഞെട്ടിയ മഹി ഡാ എന്ന് ആക്രോശിച്ചുകൊണ്ട് അക്രമിയെ പിടിക്കാനാഞ്ഞു. എന്നാൽ വന്നവൻ ശക്തനായതും വേഗമുള്ള ചലനമുള്ളവനുമായിരുന്നു. അയാൾ മഹിയെ തള്ളി മാറ്റി അവൻ ഓടിക്കടന്നു. അച്ഛാ, അച്ഛാ. ബെഡിൽ എഴുന്നേറ്റിരുന്ന് ചുമച്ച ശേഖരന് സൗദാമിനി കുടിക്കാൻ വെള്ളം കൊടുത്തു. അപ്പോഴേക്കും അപ്പവും മാധവനും വൃന്ദയും ഒക്കെ റൂമിൽ ഓടിയെത്തിയിരുന്നു. എന്തായി മഹി, അവനെ കിട്ടിയോ? തിരിച്ചു മുറിയിലെത്തിയ മഹിയെ നോക്കി മാധവൻ ചോദിച്ചതും ഇല്ല ഏട്ടാ, അവൻ ഓടിക്കളഞ്ഞു. ഏതു വഴിക്ക് പോയെന്ന് അറിയില്ല. ടെറസ് വഴി ഓടിയവൻ പൈപ്പിൽ കൂടി താഴേക്ക് ചാടി. പിന്നെ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. ഇതപ്പോടെ മഹേന്ദ്രൻ പറഞ്ഞു നിർത്തിയതും അത് കേട്ടുനിന്ന എല്ലാവരും ഒരു ഭയത്തോടെ ശേഖരവർമ്മയെ ഒന്ന് നോക്കി. മാണിക്യമംഗലത്തെ കാർന്നോരെ അയാളുടെ മുറിയിൽ കയറി വന്ന് കൊല്ലാൻ ശ്രമിക്കാനുള്ള ധൈര്യം ആർക്കായിരിക്കും? ആ ചിന്ത എല്ലാവരിലും നിഴലിച്ചു നിന്നു.